മൊബൈലൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇതാണ് പുതിയ വണ്ടി, അർബാനി. അത് മെറ്റഡോ, പഴയ നമ്മുടെ നിങ്ങളുടെ മറ്റേ വാനില്ലേ, മെറ്റഡോർ അല്ല, മറ്റേ ഈ ആംബുലൻസ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കണ വാനില്ലേ? അത് ഇത് ബെൻസിൻ്റെ എഞ്ചിനാണ് അതിൽ ഉപയോഗിക്കണേ. അർബാനിയയിലും മറ്റേ വേറെ ടെമ്പോ ട്രാവലർ ഇല്ലേ, അതിൽ രണ്ടിലും മെഴ്സിഡസ് ബെൻസിൻ്റെ എഞ്ചിനാണ് ഉപയോഗിക്കണേ. ക്യാമറ ഓൺ ആട്ടോ അവിടെ ഇതുമേ ഓഫ് ചെയ്യാം. ഹരിശ്രീ അവിടെ ബ്ലോക്കിന് കാരണം ബസ് ബേ ഇല്ലാത്തത്. അവിടെ ബസ് ശരിക്കും ഈ സ്റ്റോപ്പിൽ നിന്ന് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ബസ് ബേയിലേക്ക് മാറ്റണം. ബസ് ബേ വേണം. അപ്പോൾ ആ ബ്ലോക്കിന് കാരണം അവിടെ ബസ് ബേ, അവിടെ ബസ് നിർത്തിയിടാനുള്ള 2-3 ബസ് നിർത്തിയിടാനുള്ള ഒരു ബസ് ബേ വേണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. അല്ലെങ്കിൽ ആ ബസ് സ്റ്റോപ്പ് ആ ഏരിയയിൽ നിന്ന് മാറ്റണം. നിർത്തണം എന്ന് പറഞ്ഞാൽ ഇവരെ കണ്ടു കഴിഞ്ഞാൽ സീബ്ര ലൈനിങ്ങിൽ ആളെ കണ്ട നിർത്തണം എന്ന് പറഞ്ഞാൽ. സീബ്ര ലൈനില്ലേ നിർത്തണം എന്നുള്ളതല്ല, ട്രാഫിക് റൂൾസ് അനുസരിച്ച് സീബ്ര ലൈനിൽ ആളുകൾ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഇപ്പറയായിട്ട് നമ്മൾ നിർത്തിയിടണം എന്നുള്ള. വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ സീബ്ര ലൈനിൽ ക്ലോസ് ചെയ്യാനായിട്ട് അവിടെ ഇതുണ്ടാവും. ഈ ആളുകൾ വരുമ്പോൾ അവർക്ക് ചില സ്ഥലങ്ങളിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ഞെക്കിയിട്ട് അന്നേരം റെഡ് ലൈൻ വരും ക്രോസ് ചെയ്യാൻ. ഇവിടെ എങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അവിടെ ഞെക്കാൻ പറ്റുന്നത് ചിലതിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും, ആളുകൾ വെയിറ്റ് ചെയ്യണം. അതല്ല, ചില സ്ഥലങ്ങളിൽ ഞാൻ ഗൾഫിൽ കണ്ടേക്കണത്, ചില സ്ഥലങ്ങളിൽ നമുക്ക് ഞെക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ഒരു ഇത്ര മിനിറ്റ് കൂടുമ്പോൾ, 1 മിനിറ്റ് 2 മിനിറ്റ് കൂടുമ്പോൾ നമുക്കവിടെ ഗ്രീൻ വരും. അന്നേരമാണ് ആളുകൾക്ക് ക്രോസ് ചെയ്യാൻ പോകുന്നത്. ചില സ്ഥലങ്ങളിൽ ആളുകൾക്ക് ഞെക്കിയിട്ട് ക്രോസ് ചെയ്യാനുള്ള ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. സീബ്ര ലൈനിലൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതുണ്ട്, ഈ ലൈറ്റ് ഉണ്ട്. ഇവിടെ അതില്ല. അല്ലാണ്ട് പിന്നെ കോടതി അത് ഇതും പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഫെസിലിറ്റീസ് ഏർപ്പെടുത്തിയിട്ടേ കാര്യമുള്ളൂ, അല്ലാണ്ട് വണ്ടിക്കാരെ കുറ്റം പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഉണ്ട്, അതിന് റെഡ് ലൈറ്റ് ഉണ്ട്. മറ്റേ ആളുകൾ ക്രോസ് ചെയ്യുന്നവർ മറ്റേ ബട്ടൺ ഞെക്കിയിട്ടാണ് ക്രോസ് ചെയ്യണത്. നേരെ റെഡ് ലൈറ്റ് ഉണ്ടാവും, നേരെ വണ്ടികൾ നിർത്തും. ഇവിടെ അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി ഇല്ല. നമ്മുടെ മെയിൻ പ്രശ്നം ഫെസിലിറ്റീസ് ഇല്ലാത്തതാണ്. ഫെസിലിറ്റി ഇല്ലാന്ന് പറഞ്ഞാൽ തേർഡ് വേൾഡിലെ ഫെസിലിറ്റി പോലും നമ്മുടെ റോഡുകളിൽ അവർ ഏർപ്പെടുത്തിയിട്ടില്ല. എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പട്ടിണി പാവങ്ങളുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വരെ അവർ വെച്ചിട്ടുണ്ട്. ഈ സീബ്ര ക്രോസിങ്ങിൻ്റെ അവിടെ റെഡ് ലൈറ്റും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൈസ ഇല്ലാത്ത രാജ്യങ്ങളും വെച്ചിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ടൗൺ സിറ്റി ഏരിയകളിലും മറ്റു ഏരിയകളിലൊക്കെ. ഒരു ഓട്ടോറിക്ഷന് ഫ്രണ്ടിൽ കിട്ടി അന്നത്തെ ദിവസം പോകാം. വഴി മാറുമില്ല, സൈഡും കൊടുക്കൂല, അങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുക. പ്രൈവറ്റ് ബസ്സും അതെ.
L70 ഡിസർട്ട് 3807. ഇപ്പോൾ ഈ വണ്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ടേക്ക് ഓഫ് ചെയ്യണ പോലെ ഈ ബൈക്കുകളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണം. നമ്മൾ വിമാനം ടേക്ക് ഓഫ് ചെയ്യില്ല, അപ്പോൾ ഷേപ്പിലെ പല ബൈക്കുകൾ. പണ്ടെന്ന ബൈക്കുകളൊക്കെ നേരെയായിരുന്നു, ഇപ്പം അങ്ങനെയല്ല, ടേക്ക് ഓഫ് ചെയ്യാൻ പോണ വട്ട. ഇങ്ങോട്ട് നോക്കണില്ല വണ്ടി കുത്തിക്കയറ്റാൻ നേരത്ത്. പോയി കഴിഞ്ഞ ആളുകൾ ചീത്ത പറയുന്ന പുള്ളിക്ക് അറിയാം, അതുകൊണ്ട് പുള്ളി ഇങ്ങോട്ട് നോക്കൂല കുത്തിക്കയറ്റാൻ നേരത്ത്. നമ്മുടെ കൊച്ചി രാജാവിൻ്റെ ആസ്ഥാനമാണ് ഇത്, ഈ കാണുന്ന റൈറ്റിൽ. നീ പോയിട്ടില്ലേ ഈ ചെറുപ്പത്തിൽ ഇവിടെ ഈ പാലസിൽ? പോള് പോയിട്ടുണ്ടോ സംശയമുണ്ട്. അവനെ കൊണ്ട് ഒരു ദിവസം പോകണ്ടാണ് ഹിൽ പാലസ്. കൊച്ചി രാജാവിൻ്റെ ആസ്ഥാന ബിൽഡിങ്ങിൽ അവിടെ പരീക്ഷ കഴിഞ്ഞിട്ട് ഒരു ദിവസം പോകാം. ഇപ്പം ഇല്ലാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനത്തെ നിയമം പണ്ടുണ്ടായിരുന്നു, ഇപ്പം ഇല്ലാന്ന്. എടുക്കാൻ പാടില്ല എന്നുള്ളൂ എന്ന് തോന്നുന്നു, തിരിച്ചു കൊടുക്കണമെന്നില്ല. അവിടെ ഇപ്പോൾ CCTV ക്യാമറ ഉണ്ടല്ലോ, അപ്പോൾ എടുക്കണമെങ്കിൽ അവർക്ക് അറിയാമല്ലോ. എന്താ ഈ പ്ലാലസിൻ്റെ ഉള്ളിൽ അവർ സമ്മതിക്കില്ലാത്ത ക്യാമറ? അതിന് അതിനുള്ള സെക്യൂരിറ്റി കൊടുത്തിട്ടില്ലേ? ഇപ്പോൾ ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും കൊട്ടാരങ്ങളിലൊക്കെ ഫോട്ടോ എടുക്കാനോ ഇൻഫർമേഷൻ എല്ലാ ലോകത്തെ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇവിടെ മാത്രം ഇല്ലാത്തതിനെ എനിക്ക് മനസ്സിലാവില്ല. പണ്ട് നല്ല പുരോഗതി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല എന്നുള്ളത് ആരറിയണ്ടെന്ന് വിചാരിച്ച. നമ്മുടെ സെക്രട്ടേറിയറ്റ് പണ്ട് ട്രാവൻകൂർ രാജാവ് പണിതാ. ഇപ്പം ഇരിക്കണ ഈ IAS ഇരിക്കുന്ന സെക്രട്ടേറിയറ്റ് ഇല്ലേ, അത് ട്രാവൻകൂർ രാജാവ് കൊണ്ട് പണിതാ. അവിടുത്തെ അതിലെ ദർബാർ ഹാൾ എന്ന് പറഞ്ഞാൽ പണ്ട് ബ്രിട്ടീഷ് വൈസ്രോയിനൊക്കെ മറ്റേ ബ്രിട്ടീഷ് രാജാവോ രാജ്ഞി ആരെങ്കിലുമൊക്കെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കാൻ വേണ്ടി മറ്റേ രാജ്യത്തെ രാജാക്കന്മാർ വരുമ്പോൾ അവരെ സ്വീകരിക്കുക അതിനൊക്കെ പണിതിന് വേണ്ടി പണിതതാണ് ദർബാർ ഹാൾ. അതിൻ്റെ ഉള്ളിലുള്ള വിദേശ ഗസ്റ്റുകളെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടി പണിതതാണ് സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിൽ ബിൽഡിങ്ങിലുള്ള ദർബാർ ഹാൾ. മറ്റേത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസായിരുന്നു ട്രാവൻകൂർ രാജാവിൻ്റെ സെക്രട്ടേറിയറ്റ്. മറ്റ് നിയമസഭ നല്ല ഭംഗിയായിട്ട് പണിതിട്ടുണ്ട്. ആകെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ നിയമസഭ ബിൽഡിങ് നല്ല ഭംഗിയായിട്ട് പണിതിട്ടുണ്ട്. ഹൈക്കോടതി നല്ലതായിരുന്നു, നല്ല ബിൽഡിംഗ് ആയിരുന്നു. അത് എന്നാ പറ്റിയെന്നറിയില്ല, അത് മാറ്റുകയെന്ന് പറഞ്ഞിട്ടുണ്ട്. കൺജക്ഷനാന്ന് തോന്നുന്നു അവിടെ. ഈ കാറിടാൻ പോലും സ്ഥലമില്ലാന്ന് പറഞ്ഞു. അവിടെ കുറേ സിറ്റിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടെ കാർ കൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ആകെ ഇച്ചിരി സ്ഥലമുള്ളൂ എന്ന് അറിഞ്ഞിട്ട് അതിനായിട്ട് സ്ഥലം കുറവാണ്. അതിപ്പോൾ ഈ ഇൻഫോ പാർക്ക് പോലെയുള്ളതൊക്കെ പണിയുമ്പോൾ ഇവർ കാർ ഇടാനുള്ള ഫെസിലിറ്റി അറേഞ്ച് ചെയ്യണ്ടേ? അങ്ങനെ ഒരു ഫെസിലിറ്റി അറേഞ്ച് ചെയ്താൽ എന്താണെന്ന് അറിയാമല്ലോ. ഇത്രയും ബിൽഡിംഗ് പണിയുമ്പോൾ അതിന് ഇത്രയും കാറുകൾ വരില്ലേ? സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കാത്തവരാണോ ഈ ഇങ്ങനെയുള്ളതൊക്കെ ഡിസൈൻ ചെയ്യണേ? ഈ ഇവിടെ മാത്രമല്ല, ബാംഗ്ലൂരൊക്കെ ഇത് തന്നെ സിറ്റുവേഷൻ. സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാൾ അങ്ങനെ ബിൽഡിംഗ് ഡിസൈൻ ചെയ്യും. ഇനി അത് ഒന്നെങ്കിൽ മറ്റേ ഇത് ടോപ്പ് ലെയറായിട്ട് പല ലെയറുകളായിട്ട് കാർ പാർക്കിംഗ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്പേസ് കൊടുക്കണം. ഏതെങ്കിലും കൊടുക്കണം. കാർ പാർക്കിംഗ് സ്പേസ് കൊടുക്കേണ്ടതല്ലേ ഇങ്ങനെയുള്ള ഇത് പണിയുമ്പോൾ? അതുപോലെ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ കാർ പാർക്കിങ്ങിന് ഒരു ഫെസിലിറ്റി കൊടുക്കണ്ടേ? ഇപ്പോൾ ബുദ്ധിമുട്ടാണ് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പം പോകാറില്ല, പോയിട്ട് ഇവിടെ റൈറ്റ് ഹാൻഡ് കുഴപ്പമില്ലല്ലോ അല്ലേ? അല്ല ഇവിടെ ആണല്ലോ അല്ലേ?
റേറ്റാണല്ലോ സാധനം പോവാറ്. അത് റെഡ് കാറും കൂടി റിട്ടേൺ കുഴപ്പമില്ല അല്ലേ? വൺ വേ ഒന്നും ഇല്ലല്ലോ അല്ലേ ഇത്? അവർ ഈ വഴിയാണോ പിന്നെ നമ്മുടെ ഇൻഫോ പാർക്കിലേക്കുള്ള കാറുകാർ? അതല്ല, നീ മറ്റേ ഈ യൂബറിൽ വരുമ്പോൾ ഈ വഴിയാണോ വരാറില്ല എന്ന് അവര്? യൂബറുകാരൻ ഏത് വഴി തന്നെ? ഈ വഴി തന്നെയല്ലേ തന്നെ? അകത്തേക്ക് ഒപ്പം വരണ്ടല്ലോ അല്ലേ? ഈ നമുക്ക് കയറിപ്പോ നീ ബുക്ക് ചെയ്തോ? പിന്നെ നീ പൊക്കോളൂല്ലോ അല്ലേ? മമ്മീനെ വിളിച്ച് പറഞ്ഞാൽ മതി. എനിക്ക് വണ്ടി എടുക്കാൻ പറ്റില്ല കേട്ടോ. മമ്മീനെ ഫോൺ ചെയ്യാൻ മമ്മീനെ വിളിച്ചോളാം. ഞാൻ ഓൺ ദ വേ. എന്നെ വിളിച്ചാലും കിട്ടില്ല, ഞാൻ ഈ ക്യാമറ ഓൺ ആയതുകൊണ്ട്.